പോലീസ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ആഗസ്റ്റ് മാസം 14-ാം തീയതി ഈ സംഘത്തിൻ്റെ സെക്രട്ടറി നീലിമ ഒരു പരാതി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ്. സെക്രട്ടറി കൊടുക്കുകയാണ്. ആ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരാളും അവിടുത്തെ പ്രസിഡന്റിനെതിരെയോ ഭരണസമിതിക്കെതിരെയോ ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നില്ല. അവിടെ ചന്ദ്രബാബു, വലിയ വിളയിലുള്ള ചന്ദ്രബാബു ഈ സ്ഥാപനത്തിൽ ചെന്ന് നിക്ഷേപിച്ച പണം തിരിച്ചു ചോദിച്ച് ബഹളമുണ്ടാക്കി, അത് ഒരു മാനക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ സംഘത്തിൻ്റെ സെക്രട്ടറി നീലിമ ഒരു പരാതി ആഗസ്റ്റ് മാസം 14-ാം തീയതി കൊടുക്കുന്നു. സെക്രട്ടറിയാണ് പരാതി കൊടുക്കുന്നത്, ഡെപ്പോസിറ്റർ അല്ല പരാതി കൊടുക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബുവിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളെയും സെക്രട്ടറിയെയും തമ്പാനൂർ പോലീസ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് പൈസ കിട്ടിയാൽ മതി, ഞാൻ ഇനി അവിടെ പോയി ബഹളം ഉണ്ടാക്കില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കൽ പോലും കേരള പോലീസിൻ്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ഒരു ഫോൺ കോൾ പോലും എത്തിയിട്ടില്ല. അപ്പോൾ പോലീസും CPM-ഉം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള വിവരമാണ്. തങ്ങൾക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് BJP പെടുന്ന ഒരു വലിയ പെടാപ്പാടാണ് ഇത് എന്നുള്ളതാണ്. ഇന്ന് ശ്രീ V. മുരളീധരൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയെന്ന് അറിഞ്ഞുകൂടാ. BJPയുടെ കരുത്തനായ നേതാവ്, തിരുവനന്തപുരം സിറ്റി പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ കുറഞ്ഞതൊരു 500 പേരെങ്കിലും പങ്കെടുക്കണ്ടേ? 500 പേരെങ്കിലും പങ്കെടുക്കണ്ടേ? 132 ആളുകളാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുത്തത്. BJP-ക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം, ഈ അനിലിനെ ഈ നിലയിൽ നശിപ്പിച്ചതാണ്, അനിലിൻ്റെ ഭാവി ഈ നിലയിൽ തകർത്തതാണ് എന്ന് BJP-യിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ V. മുരളീധരൻ രാഷ്ട്രീയ വേട്ട എന്ന് ഉപയോഗപ്പെടുത്തി. രാഷ്ട്രീയ വേട്ട, സ്വന്തം പാർട്ടിയിൽ നിന്നാണ് രാഷ്ട്രീയ വേട്ട ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രീ V. മുരളീധരൻ മനസ്സിലാക്കണം. മലന്ന് കിടന്ന് തുപ്പിയാൽ മുഖത്തെ വീഴുള്ളൂ. സ്വാഭാവികമായി V. മുരളീധരനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ BJP-യുടെ ഇപ്പോഴത്തെ നേതൃത്വം കാണിക്കുന്ന ഈ നെറുകേടുകളെക്കെതിരായിട്ട് പുറത്തു പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം.